Bismillah. Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammadin kama sallaita ala Ibrahim wa ala ali Ibrahim. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم أرنا الحق حقا وارزقنا اتباعه أرنا الباطل باطلا وارزقنا اجتنابه. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم إني أسألك علما نافعا. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته. ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാ. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടും തൗഫീഖ് കൊണ്ടും എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ മിഷ്കാത്ത് ഗ്രൂപ്പിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അൽഹംദുലില്ലാ, അധിക ദിവസങ്ങളിലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യമായിട്ട് അള്ളാഹുവിനോട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെ ഇതിലേക്ക് എത്തിച്ച ഇൻഫ്ലുവൻസ് സ്പീക്കേഴ്സിന്റെ ഹെഡും അതിന്റെ സ്പീക്കിംഗ് കോഴ്സൊക്കെ നടത്തുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മുന്തസ്താക്കും അതുപോലെ ആയിഷ ടീച്ചർക്കും ഹസീന ടീച്ചർക്കും മറ്റെല്ലാവർക്കും അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നാം മരണത്തെ മറന്നു പോകുന്നോ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം അല്ലെ, ഇന്ന് നമ്മൾ പല കാര്യങ്ങളിലായിട്ട് ഭയങ്കര തിരക്കാണ്. എല്ലാരും ഭയങ്കര തിരക്കാണ്. നമ്മുടെ മക്കള്, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ അവരെ കുറിച്ചുള്ള അവരുടെ ഭാവി എന്താകും, അല്ലെങ്കിൽ കുടുംബം, വീട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ അതിനെക്കുറിച്ച്, അങ്ങനെ പല പല കാര്യങ്ങളിലായിട്ട് നമ്മൾ ഓരോ എന്താ പറയാ ബേജാറായി ടെൻഷനായി കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരു മഹത്തായ സംഭവം നമുക്ക് വരാനുണ്ട് എന്നതിനെ കുറിച്ച് നമ്മളിൽ പലരും അശ്രദ്ധയിലാണ്. അതെന്താണ്? മരണം അല്ലെ? എന്നെയും നിങ്ങളെയും പിടികൂടുന്ന ഈ ലോകത്തുള്ള ജീവിതം അവസാനിപ്പിച്ച് റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ പോകുന്ന ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാല് മരണം എന്നത്. ഒരു യാത്രയാണ് അല്ലെ? ഈ ദുനിയാവിലെ യാത്ര കഴിഞ്ഞ് ബർസഖ് ലോകത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ്. അപ്പം അതിനേക്കാൾ വലിയൊരു സംഭവം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. മരണത്തിന്റെ മുന്നിൽ മറ്റെല്ലാ വിപത്തുകളും മുസീബത്തുകളും എല്ലാം നിസ്സാരമാണ്. അങ്ങനെയുള്ള ആ മഹത്തായ സംഭവത്തെ കുറിച്ച് നമുക്ക് ഓർക്കാന്, അല്ലെങ്കിൽ അതിലേക്ക് ഒരുങ്ങാന്, അതിനെക്കുറിച്ച് നമുക്ക് ബേജാറാവാന് പലപ്പോഴും നമുക്ക് ആർക്കും സമയം കിട്ടലില്ല അല്ലേ സഹോദരിമാരെ? എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മരണം എന്നത്. സൂറത്തു ജുമഅയില് അല്ലാഹു പറയുന്നുണ്ട്,
قل إن الموت الذي تفرون منه فإنه ملاقيكم. തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, നമ്മള് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണമുണ്ട് എന്ന് ഉറപ്പാണ്. അതിൽ നിന്ന് ഒരാൾക്കും ഒരു ഒഴികഴിവ് പറഞ്ഞ് മാറാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തു അംബിയായില്, അൻകബൂത്തില് അതുപോലെ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരാളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനില് ഇവിടെ ഉപയോഗിച്ചത് മരണത്തെ കുറിച്ച് പറയാന് ദാഇഖത്തുൽ മൗത്ത് എന്നാണ്. ദാഇഖ എന്ന് പറഞ്ഞാൽ എന്താ? ആസ്വദിക്കുക, അനുഭവിക്കുക എന്നാണ്. അപ്പം നമുക്ക് മരണം ആസ്വദിക്കാനുള്ളതാണ് അല്ലേ? നമ്മൾ പലതും ആസ്വദിക്കലുണ്ട്. മരണവും അതുപോലെ ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്, ഭയപ്പെടാനുള്ളതല്ല. അപ്പൊ മരണത്തോടു കൂടി ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത് കൂട്ടിയതിന്റെ, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അതിന്റെയൊക്കെ പ്രതിഫലം കിട്ടാൻ പോവുകയാണ് അല്ലെ? മരണം എന്ന ആ യാത്രയിലൂടെ നമ്മൾ ഒരുപാട് അമലു സ്വാലിഹാത്തുകളാണ് ചെയ്തത് എങ്കിൽ മരണസമയത്ത് തന്നെ അതിന്റെ പ്രതിഫലം കിട്ടാൻ തുടങ്ങും അല്ലെ? നമ്മുടെ അള്ളാഹു പറയുന്നുണ്ട്, സൂറത്തു ഫജ്റിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങിക്കൊള്ളുക. ആ മരണത്തിന്റെ സമയത്താണ് പറയണത്, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങിക്കൊള്ളുക. എന്നിട്ട് എന്റെ അടിയാന്മാരിൽ പ്രവേശിച്ചു കൊള്ളുക, എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ആകുമ്പോൾ എന്തിനാ നമ്മൾ ഭയപ്പെടേണ്ടത് അല്ലെ? മരണം ആസ്വദിക്കുകയല്ലേ വേണ്ടത്? എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, ദുനിയാവിൽ നമുക്കിഷ്ടമുള്ള പോലെ താന്തോന്നികളായി ജീവിച്ചാൽ, ഫാസിക്കായി ജീവിച്ചാൽ, ദുഷ്കർമ്മം ചെയ്ത് ജീവിച്ചവർക്ക് അതിന്റെ പ്രതിഫലം മരണസമയത്ത് തന്നെ കിട്ടിത്തുടങ്ങുമെന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഖുർആനില് സൂറത്തു നിസായിൽ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തുകയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലായാൽ പോലും. അപ്പൊ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. ഇനി മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ വലിയ കോട്ടകൾ കെട്ടി അതിനുള്ളിൽ പോയി ഇരുന്നാലും മരണം നമ്മെ തേടിയെത്തുമെന്നാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളില് അള്ളാഹു സുബ്ഹാനഹു തആല മരണത്തെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ആ മരണത്തെക്കുറിച്ച് മറന്നു പോകുന്നു അല്ലെ? മാത്രമല്ല മരണത്തിന്റെ അനിശ്ചിതാവസ്ഥയും അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ച് മരിക്കുക എന്നും ഒരാൾക്കും അറിയില്ല. അപ്പൊ മരണത്തിന്റെ ഒരു കാര്യമാണ്,
എല്ലാവർക്കും അത് ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ ഏത് സമയത്ത്, ഏത് നാട്ടിൽ വെച്ച്, ഏതൊരു അവസ്ഥയിലാണ് നമ്മൾ മരിച്ചു പോവുക എന്ന് ഒരാൾക്കും അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. നമുക്ക് ആ ഒരു അവസ്ഥ അറിയിച്ചു തരുമായിരുന്നെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങാം, അല്ലെ? ശരിക്കും നമ്മളുടെ ഒരു യാത്ര ഉണ്ട് എന്നറിയുമ്പം അതിന് നമ്മൾ എത്ര മുന്നേ അതിന് ഒരുങ്ങും. ഈ ഒരു യാത്ര നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നറിയാം. പക്ഷെ നമുക്ക് ഏത് സമയമാണെന്ന് അറിയില്ല, ഏത് സ്ഥലത്ത് വെച്ചാണ് എന്നറിയില്ല, ഒന്നും അറിയില്ല. അതുപോലെ തന്നെ സൂറത്ത് അഅറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണത്തിന്റെ ആ സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷ നേരം പോലും നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മെ പിടിക്കുകയോ ചെയ്യുകയില്ല. സുബ്ഹാൻ അള്ളാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് പറയുമ്പോൾ അതായത് ഒരു സമയം, ഒരു നിമിഷ നേരം പോലും നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് പിടിക്കുകയോ ചെയ്യില്ല. ആ ഒരു സമയവും ആ ഒരു സ്ഥലവും ആ ഒരു സന്ദർഭവും ആ ഒരു അവസ്ഥയും ഒക്കെ ആയിട്ടേ അള്ളാഹു നമ്മുടെ നിശ്ചയിച്ച പ്രകാരം നമ്മുടെ റൂഹിനെ അള്ളാഹു കൊണ്ടുപോകുകയുള്ളൂ. ഇത് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ നടന്ന 2 മരണങ്ങളെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. എന്റെ 2 ഉപ്പമാരുടെ മരണം. നമ്മൾ വിചാരിക്കും പെട്ടെന്നുള്ള മരണാണ്. അല്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മുടെ ജനനത്തിന് മുമ്പിലെ നമ്മുടെ മരണം ഒക്കെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിശ്ചയം സമയം എത്തിയാൽ അള്ളാഹുവിന്റെ അനുമതിയോടെ മലക്കുൽ മൗത്ത് ആ റൂഹിനെ അങ്ങ് എടുക്കും, അല്ലെ? എന്റെ ഉപ്പ ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. അന്ന് രാവിലെയൊക്കെ നല്ല ഉഷാറ്, അങ്ങനെ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. വ്യാഴാഴ്ച അന്നൊരു നിക്കാഹോ എന്തോ ഒരു പരിപാടി നാട്ടിലുണ്ടായി. അതിനൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അസറിന് വീട്ടില് എന്റെ മുമ്പ് തന്നെ വീട്ടിലെത്തി. അസറിന് പള്ളിയിൽ പോയതാണ്. അപ്പൊ ഉമ്മാനോട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അസറിന് പള്ളിയിൽ പോയി. അസർ നമസ്കാരം കഴിഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു ചായക്കട ഉണ്ടാവും. അവിടെ നിന്ന് കുറച്ച് ആളുകളൊക്കെ എന്റെ ഉപ്പാന്റെ പ്രായത്തിലുള്ള അവരൊക്കെ സംസാരിച്ച് അങ്ങനെ പൂർണ്ണ വൈക്ക് വീട്ടിലേക്കുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ച് വീട്ടില്. പിന്നെ മഗ്‌രിബിക്ക് പള്ളിയിൽ പോകുമ്പോൾ ഒരു ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. അപ്പൊ ഉമ്മാനോട് ചായ ചോദിച്ചു. ഉമ്മ ചായ കൊടുത്തു. ആ സമയത്ത് ഉമ്മ ചായ കൊടുത്തപ്പോ പറഞ്ഞ് എന്റെ കയ്യിനൊരു വേദന ഉണ്ട്. അപ്പൊ ഉമ്മ ചോദിച്ചു ഇങ്ങോട്ടൊക്കെ ഉണ്ടോ? അപ്പൊ ഇല്ല, ഈ കൈയിന്റെ മുട്ടിന്റെ ഭാഗത്ത് മാത്രമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്ലാസ്, ഇത് ചൂടുണ്ട്, ഈ ഗ്ലാസ് ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ കിച്ചണിലേക്ക് ഒരു ഗ്ലാസ് എടുക്കാൻ പോയ സമയം, അപ്പം ഗ്ലാസ് എടുത്ത് തിരിച്ചു വന്ന ആ ഒരു സമയത്ത് ഉപ്പാന്റെ സോഫയിലാണ് ഇരിക്കുന്നത്. ഉപ്പാന്റെ തല ഇങ്ങനെ താഴ്ന്നു പോണ്. അപ്പൊ ഉമ്മ ചോദിച്ചു എന്താണ്? അപ്പൊ ഒന്നും പറയണില്ല. ഉമ്മ വേഗം ആ സോഫയിൽ നേരെ ഒന്ന് കിടത്തി കൊടുത്തു. ചുണ്ടുകൾ അനങ്ങുണ്ട് എന്ന് ഉമ്മ പറയുന്നു. ഒന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല, എന്തോ പറയാനോ എന്താന്ന് അറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ഉപ്പാന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങിയിട്ട് താഴെ തന്നെ വെച്ച് ഉപ്പാനെ കിടത്തി കൊടുത്തു. കണ്ണുകൾ മറഞ്ഞു പോകുന്നു. നമ്മുടെ റൂഹിനെ കണ്ണ് പിന്തുടരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ കണ്ണുകൾ മറഞ്ഞു പോയി. അത്രയേ ഉള്ളൂ നമ്മുടെ സമയം. നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞാല് ഒരാൾക്കും അത് പിന്തിക്കുകയോ അതിനു മുമ്പ് മുന്തിക്കുകയോ ചെയ്യില്ല. അപ്പൊ ആ കടയിലുള്ള ആളുകൾ പറയാണ്, അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങി എന്തോ ഒരു ധൃതിയുള്ള പോലെയാണ് പോയിരുന്നത്, ബൈക്കുമലാണ് വന്നതൊക്കെ. അള്ളാഹു ആ ഒരു സമയം, ആ ഒരു സ്ഥലം ഒക്കെ അവിടെ എത്തി. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമായി, അതാകും ഉപ്പാന്റെ ആ ടൈം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അതുപോലെ തന്നെ
അള്ളാഹുവിന്റെ തീരുമാനമാണ് ല്ലേ എല്ലാം. ഹസ്ബൻഡിന്റെ ഉപ്പയും അതുപോലെ 1 മാസം ആയിട്ടുള്ളൂ മരണപ്പെട്ടിട്ട്. അവർക്കും അവർക്ക് പറഞ്ഞാൽ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഹ് അവർക്കും ഇങ്ങനെ ഇടക്ക് ഹോസ്പിറ്റലിൽ പോയി ഇൻജക്ഷന് ലങ്സ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അതിന് ഇൻജക്ഷൻ എടുക്കാൻ വേണ്ടി അഡ്മിറ്റ് ആക്കിയതാണ്. അസുഖമൊന്നും ഇല്ലാതെ എന്നും പനിയൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോവാൻ. ഈ പ്രാവശ്യം ഒരു ഇതുമില്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം 3 നേരം ഉണ്ട്, അപ്പൊ അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക നല്ലത്, അങ്ങനെ പറഞ്ഞ് ഒരു ഇതുമില്ലാതെ പോയതാണ് വീട്ടിൽ നിന്ന്. പിന്നെ 4-മത്തെ ദിവസം 5 ദിവസമാണ് ഉണ്ടായിരുന്നത്. 4-മത്തെ ദിവസമാണ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളും കുട്ടികളും എല്ലാവരും. 4-മത്തെ ദിവസം രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോ ഫോണ് വന്നു, ഉപ്പാന്റെ മരണ വാർത്തയാണ്. അത്രേ ഉള്ളൂ. അത് നമ്മുടെ ഒരു സമയവും ആ ഒരു സന്ദർഭവും ഏതൊരു അവസ്ഥയും ഒക്കെ ഒത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കും. മരണപ്പെട്ടു പോയ എല്ലാ ഉപ്പമാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരുപാട് മരണങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. കാരണം കൂടുതലല്ല, എന്നാലും കുറച്ചൊക്കെ. അതിൽ ഒരു 2 മരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അനേകം മരണങ്ങളെ കുറിച്ച് കേൾക്കുന്നു, അല്ലെ? അതിന് സാക്ഷികളാകുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓർമ്മപ്പെടുത്തലുകൾ. നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് കഴിയുന്ന സമയത്തേക്ക് ആ ഒരു മരണത്തെ കുറിച്ച് ഓർക്കും, പിന്നെ നമ്മളത് മറന്നു പോവുകയാണ്. നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അക്സിറൂ ദിക്റ ഹാദിഹി മിൻ ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ന്. എന്തിനാണ് ഈ മരണത്തെ കുറിച്ച് നമ്മളോട് ധാരാളം ഓർക്കാൻ പറഞ്ഞത്? അത് വേറെ ഒന്നിനുമല്ല, മരണാനന്തരം നമുക്ക് വേറൊരു ജീവിതം വരാനുണ്ട് എന്നത് കൊണ്ട് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ. അല്ലാഹുവേ, പരലോകത്തെ ജീവിതമല്ലാതെ വേറൊരു ജീവിതമില്ല. അപ്പോൾ യഥാർത്ഥ ജീവിതം എന്നത് പരലോക ജീവിതമാണ് സഹോദരിമാരെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ലോകത്തെ ജീവിതവും മരണവും ഒക്കെ എന്തിനാണ്, അല്ലെ? ഞാൻ ചിന്തിക്കണം, മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുവാനും അവിടെ വിജയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് ഈ ലോക ജീവിതവും മരണവും നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഈ ദുനിയാവിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കി വെക്കും. പണ്ടൊക്കെ ഗൾഫിൽ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളെക്കാവും ഈ യാത്രയെ കുറിച്ച് കൂടുതൽ അറിയും. ഇന്നിപ്പം എല്ലാവരും മക്കളും എല്ലാവരും പ്രായമായവരും ഒന്നുമില്ലാതെ എല്ലാവരും യാത്ര പോകുന്നവരാണ്, ടൂർ പോകുന്നവരാണ്, അല്ലെ? ഒരു യാത്ര. അപ്പം എന്തെല്ലാം വിഭവങ്ങൾ അതിന് ഒരുക്കും. അതുപോലെ നമുക്കും ഒരു യാത്ര പോകാനുണ്ട്. ആ യാത്രക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അല്ലെ? നമ്മൾ ഒരുങ്ങണം, നല്ലതുപോലെ ഒരുങ്ങണം എന്ന് തന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞത് 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ആ 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തുക. അതിലൊന്നാണ് ഹയാത്തക കബല മൗത്തിക, അല്ലെ? മരണം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കണ്, പറയണോ? ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പന്നതയെ ഉപയോഗപ്പെടുത്തുക. അതേപോലെ രോഗം വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മൾക്ക് തിരക്ക് ബിസി ആകുന്നതിന് മുമ്പ് നമ്മുടെ ഒഴിവു സമയം ഉപയോഗപ്പെടുത്തുക. അതേപോലെ മരണം വന്നെത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ
ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമല ഇലാ മിസ്ല. ആദം സന്തതികൾ മരിച്ചു പോയാൽ അവരുടെ അമലുകൾ മുറിഞ്ഞു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദം സന്തതികൾ മനുഷ്യര് മരിച്ചു പോയാൽ, മരണപ്പെട്ടാൽ അവരുടെ അമലുകളാണ് മുറിഞ്ഞു പോവുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നമസ്കരിക്കാന്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനും ഒരു അവസരമില്ല. തൗബ ചെയ്യാൻ അവസരമില്ല, സ്വതക്ക നൽകാൻ അവസരമില്ല, വസിയത്ത് ചെയ്യാൻ അവസരമില്ല, അള്ളാഹുവിന് ദിക്റെടുക്കാൻ അവസരമില്ല, ഒരു സൽക്കർമ്മം ചെയ്യാൻ അവസരമില്ല. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് തന്നെ നമുക്ക് അമലുകൾ ചെയ്യാനാണ് എന്ന് ഇതിൽ മനസ്സിലാക്കാം, അല്ലെ? പിന്നെ ചില അമലുകൾ നമ്മുടെ മരണപ്പെട്ടതിന് ശേഷവും നമുക്ക് ഉപകാരപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജാരിയായ സ്വതക്ക നമ്മള് ഈ ലോകത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മരണശേഷവും നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ സ്വാലിഹായ മക്കള്, നമ്മളുടെ മക്കളൊക്കെ സ്വാലിഹാവണം നമ്മൾ ആഗ്രഹിക്കലുണ്ട്. അതുപോലെ അതിനുള്ള പ്രവർത്തനങ്ങളും അതിനുള്ള തർബിയത്തും ഒക്കെ കൊടുത്ത് വളർത്തുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന നമുക്ക് നാളെ ഉപകാരപ്പെടും. അതുപോലെ ഉപകാരപ്രദമായ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ ഒരു അറിവിന്റെ പിന്നിൽ അവര് പ്രവർത്തിക്കുകയാണെങ്കിൽ അതും നമുക്ക് നമ്മുടെ മരണശേഷവും നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെ? പരിശുദ്ധ ഖുർആനില് സൂറത്തു ഹശ്റില് അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. നാളേക്കു വേണ്ടി താൻ എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അള്ളാഹുവെ സൂക്ഷിക്കുക, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. നമ്മളെ തന്നെ എന്നും എന്ന് പറഞ്ഞത് ഏത് സമയവും നമ്മൾ വിചാരണ ചെയ്യണം. നമ്മളുടെ മരണം എപ്പോഴും നമ്മെ തേടിയെത്താം. നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം. ഇൻഷാ അല്ലാഹ് 3 കാര്യങ്ങൾ ഈ ലോകത്ത് വെച്ച് നമുക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റും, അല്ലെ? കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. നമുക്ക് മരണശേഷവും നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടാൻ വേണ്ടി സൂറത്തു മുൽക്കില് അള്ളാഹു നമ്മൾ എല്ലാ ദിവസവും രാത്രി ഓതുന്ന സൂറത്താണ്, അല്ലെ? അപ്പൊ അതില് 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അമലുകൾ നന്നാക്കി തീർക്കണം. എങ്ങനെയാണ് നമ്മുടെ അമല് നന്നായി തീരുന്നത്? അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ കർമ്മങ്ങൾ ചെയ്യുക. അതായത് ഇഖ്ലാസോടെ നബിചര്യ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അതാണ് അമൽ സ്വാലിഹാത്ത്, അല്ലെ? 2-ാമത് പറയുന്നത് ഈ അമൽ സ്വാലിഹാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തുകളിൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുക എന്നാണ്.
നമ്മുടെ നമസ്കാരങ്ങള്, ദിക്റുകള്, സ്വതക്കകള്, നോമ്പ്, അതുപോലെ ഖുർആൻ പാരായണം, മാതാപിതാക്കളെ നല്ല പോലെ വർത്തിക്കുക, കുടുംബ ബന്ധം പുലർത്തുക, അനാഥ സംരക്ഷണം, ഒരുപാട് ല്ലേ, ദീനീ പ്രവർത്തനങ്ങള്, വിധവകളെ സംരക്ഷിക്കുക, ഒരുപാട് ഖൈറാത്തുകൾ ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ ഹയാത്തിലാണ്. അപ്പൊ ഒന്നിൽ നിന്ന് ഒഴിവായാൽ മറ്റൊന്നിൽ മുഴുകിക്കൊണ്ട് ഒരു കർമ്മം, ഒരു അമൽ സ്വാലിഹാത്ത് ചെയ്ത്, ഒരു ഖൈറാത്ത് ചെയ്ത് അതിന് ശേഷം അടുത്തത് നമ്മൾ വിചാരിക്കുക, എന്താണ് അടുത്തത് ചെയ്യുക, അങ്ങനെ അടുത്തത് ഓരോ നിമിഷവും പാഴാക്കാതെ ദിക്റിലായിക്കൊണ്ടും അതുപോലെ ഖൈറുകൾ ചെയ്ത് നന്മകൾ ചെയ്യാൻ നമ്മളെല്ലാവരും മത്സരിച്ച് മുന്നേറുക. പിന്നെ മൂന്നാമതായി പറയുന്നത്, നിസ്സാരം എന്ന് തോന്നുന്നത് പോലും ഉപേക്ഷിക്കാതിരിക്കുക. നമ്മൾ വിചാരിക്കും ചെറുതല്ലേ, അതിപ്പോ എന്താ അത്ര കാര്യം, പക്ഷെ അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞത്. وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ. അണുതൂക്കം നന്മ ചെയ്താൽ പോലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും എന്നാണ്. അതുകൊണ്ട് ചെറുത് എന്ന് നമുക്ക് തോന്നുന്നത് പോലും ഒഴിവാക്കാതെ എല്ലാ നന്മകളും നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുക. അപ്പോ നമ്മള് നമ്മുടെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മുടെ ഒരു സഹോദരൻ ഫേസ് ചെയ്യുന്നത് പോലും പുണ്യകർമ്മമാണെന്നാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊരു നിസ്സാരാണെന്ന് തോന്നിയാൽ, വഴിയിൽ നിന്ന് മുള്ള് മാറ്റുന്നത്, അങ്ങനെ എന്ത് തന്നെ ആയാലും നമ്മൾ അങ്ങനത്തെ പുണ്യകർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് ഒരു കാര്യം പറയാം. മരണസമയത്ത് മനുഷ്യന്റെ ഒരു വിലാപമുണ്ട്. അതെന്താണ്? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. മരണസമയത്ത് നമുക്ക് ഓർമ്മ വരും, അല്ലാഹുവേ, ഒരു കാര്യം നമ്മൾ ചെയ്തില്ലല്ലോ എന്ന്. ആ സമയത്ത് ഓർമ്മ വന്നിട്ട് കാര്യമുണ്ടോ സഹോദരിമാരെ? ഇല്ലല്ലേ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ തൗബ പോലും സ്വീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ മരണം എപ്പോഴാണ് എത്തുക എന്ന് നമുക്കറിയില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹയാത്ത് ഉള്ള സമയത്ത് ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ യഖീനായ ഉറപ്പായ ആ ഒരു മരണം വരുന്നത് വരെ അവര് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളും, നമ്മുടെ സമയം എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഏത് സമയവും നമുക്ക് ദിക്റിലായിക്കൊണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനുമായിട്ട് സംസാരിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഏത് സമയവും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഞാനൊരു ദുആ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ മരണമൊക്കെ എപ്പോഴാണ്, അതുപോലെ നമുക്ക് മുസീബത്തുകളൊക്കെ എങ്ങനെ വരിക ഒന്നും നമുക്കറിയില്ല. അപ്പം ഒരു പ്രാർത്ഥന ഞാൻ ചെയ്യണ ഒരു പ്രാർത്ഥനയാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖ്മതിക വ ജമീഅ സഖതിക. അല്ലാഹുവേ, എനിക്ക് നീ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിന്, നീ തന്ന ആരോഗ്യം ക്ഷയിക്കുന്നതിൽ നിന്ന്, നിന്റെ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന്. ഈ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മരണമാകാം, വേറെന്തെങ്കിലും ദുരന്തമാകാം. അപ്പം അങ്ങനെ എല്ലാ വിധ അള്ളാഹുവിന്റെ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഈ പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് കൂടിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ പെട്ടെന്ന് മരണം ഉണ്ടാവലുണ്ടാവും, ഒന്നോ രണ്ടോ. പക്ഷെ ഇന്ന് അതല്ല. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പെട്ടെന്നുള്ള ആളുകൾ മരണപ്പെടുക, നിന്ന നിൽപ്പില് കുഴഞ്ഞു വീണ് മരിക്കുക, അതൊക്കെ അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്.
പെട്ടെന്നുള്ള ഈ മരണം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് അത് റാഹത്താണ്. അവർ ഏത് സമയത്തും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും ദിക്റിലും ഒക്കെ ആയിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആഹ് കുറച്ച് തെറ്റുകള് പാപങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒന്ന് തൗബ ചെയ്യാന്, ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങാന് ഒന്നിനും ഒരു സമയം ഇല്ലല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് അവസ്ഥയിലായാലും ഈ ഒരു ദുആ നമ്മൾ എപ്പോഴും പതിവാക്കുക. അള്ളാഹു ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിന്റെ ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. മരണമാകുന്ന ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങുവാനും നല്ലതുപോലെ ഒരുങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകണം. മരണസമയത്ത് അർഹമുറാഹിമായ നാഥൻ നമുക്ക് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കലിമത്തു തൗഹീദ് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. റഹ്മാനെ, ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും മാറാ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ നാഥ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മുസ്ലിമായി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് റബ്ബേ. അതിനുള്ള ആഫിയത്തും ആയുസ്സും മനസ്സും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, നിന്റെ കാരുണ്യം സദാ വർഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും മറ്റു എല്ലാ മുസ്ലിം ജനങ്ങളെയും അള്ളാഹുവെ നിന്റെ ഹിദായത്തിലാക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ബന്ധുക്കളെയും മുസ്ലിം ഉമ്മത്തിനെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ, ടീച്ചർമാർ എല്ലാവർക്കും നീ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ച് ചേർക്കണേ റഹ്മാനെ. അവസാന നിമിഷം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന മലക്കുകളുടെ വിളി കേട്ട് മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. اللهم توفني مسلما والحقني بالصالحين. اللهم جدد الإيمان في قلوبنا. اللهم جدد الإيمان في قلوبنا. اللهم جدد الإيمان في قلوبنا. اللهم إني أسألك حسن الخاتمة. اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاعة نقمتك وجميع سخطك. اللهم اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات أحياء منهم أموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.